നമസ്കാരം. കുറച്ച് ദിവസങ്ങൾ മുമ്പ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുണ്ടായ ഒരു ചർച്ചയും അതിലുണ്ടായ പ്രശ്നങ്ങളും നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും കണ്ടു കാണുമല്ലോ. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ ശ്രമിക്കണമെന്നും അതിനനുകൂലമായ നിലപാടെടുക്കണമെന്നും ഒക്കെയാണ് ട്രംപ് ആവശ്യപ്പെട്ടത്. അതുപോലെ യുക്രൈനിലെ ധാതു കരാർ അമേരിക്കയുമായിട്ടുള്ളത് ഒപ്പിടണമെന്നും ഒക്കെയാണ് ആവശ്യപ്പെട്ടത്. അമേരിക്ക യുക്രൈന് ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾക്ക് പകരമായിട്ട് ഈ കരാർ ഒപ്പിടണം. ഇതൊക്കെയായിരുന്നു അതിലെ ആവശ്യങ്ങൾ. പക്ഷേ ആ ചർച്ച വളരെ മോശം രീതിയിലേക്ക് പോവുകയും സെലൻസ്കി അപമാനിതനാവുകയും ഒക്കെയാണ് ചെയ്തത്. അതിലെ ശരി തെറ്റുകൾ അവിടെ നിൽക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ചല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. ആ ചർച്ചയെ ബേസ് ചെയ്ത് അതിനോട് ഇപ്പോൾ ഇന്ന് ആദ്യം സെലൻസ്കി മാപ്പ് പറയാൻ തയ്യാറൊന്നും ആയില്ലെങ്കിലും ഇന്നിപ്പോൾ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ നടത്താൻ അതിനുവേണ്ട നിലപാടെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയ്ക്കും എല്ലാവർക്കും താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ വ്യക്തമായിട്ട് പറയുന്നതിൽ അമേരിക്ക ചെയ്തത് ശരിയെന്നോ റഷ്യ ചെയ്യുന്നത് ശരിയെന്നോ ഒന്നുമല്ല എൻ്റെ അഭിപ്രായം. ആ വിഷയത്തിൽ എനിക്ക് വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ അതല്ല നമ്മുടെ പ്രധാന സബ്ജക്റ്റിലൂടെ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ആ ചർച്ചയിൽ നിന്ന് അതിനുശേഷമുള്ള യുക്രൈൻ്റെ നിലപാടുകളിൽ നിന്നും പിന്നെ അമേരിക്കയും ബാക്കി രാജ്യങ്ങളുമായിട്ടുള്ള തീരുവ യുദ്ധങ്ങൾ, തീരുവ അങ്ങോട്ട് ചുമത്തൽ ഇങ്ങോട്ട് ചുമത്തൽ, അങ്ങനെ വ്യാപാര യുദ്ധങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തികളെന്ന നിലയിലും രാജ്യമെന്ന നിലയിലും മൊത്തത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള ചെറിയ ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് പവർ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇന്നത്തെ കാലത്തും പവർ പ്രധാനം തന്നെയാണ്. യഥാർത്ഥത്തിൽ നൈതികതയോട് കൂടിച്ചേർന്ന ധർമ്മബോധത്തോട് കൂടിച്ചേർന്ന ശക്തിയാണ് വേണ്ടത്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് റിയൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുള്ളൂ. ശക്തിയില്ലാത്ത ധർമ്മബോധം കൊണ്ട് നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. നമ്മൾ പറയുന്നത് ആരും കേൾക്കുകയില്ല. ഒരു സ്ഥലത്ത് നമുക്കതൊന്നും ചെയ്യാൻ പറ്റുകയില്ലേനും. നമുക്ക് പ്രീച്ച് ചെയ്യാൻ കാര്യങ്ങൾ പറയാം, പക്ഷേ അതിന് എത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട് ശക്തി ഉണ്ടാവും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്നാൽ ധർമ്മബോധമില്ലാത്ത ശക്തി അത് അത്യന്തം അപകടകരമാണ്. ഇന്നത്തെ ലോകത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം എന്താണ്? ധർമ്മബോധമില്ലാത്ത എക്സ്ട്രീം പവർ, അല്ലേ? നമ്മൾ ലോകരാജ്യങ്ങളിലെയും ലോക പൊളിറ്റിക്സിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയും. അത്രയൊന്നും വേണ്ട, നമ്മുടെ ചെറിയ സെറ്റപ്പുകളിൽ നോക്കിയാൽ പോലും നൈതികതയില്ലാത്ത പവർ എത്രത്തോളം അപകടകരമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നൈതികതയും ധർമ്മവും ശക്തിയും ഇത് രണ്ടും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. സോ പവർ ഈസ് ഇമ്പോർട്ടൻറ്റ്. പവർ അലോങ് വിത്ത് ധർമ്മ ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി, ഏത് വാക്ക് വേണേൽ ഉപയോഗിക്കാം. നൈതികത, ധർമ്മം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ യുക്രൈന് ഇവൻച്വലി അമേരിക്കയ്ക്ക് മുമ്പിൽ ഈൽഡ് ചെയ്യേണ്ടി വന്നു. കാര്യം അവരുടെ പക്കൽ അത്രയും പവർ ഉണ്ടായിരുന്നില്ല. റഷ്യ എന്നുള്ളൊരു മൈറ്റി പവറിനെ ഫേസ് ചെയ്ത് നിൽക്കാനുള്ള പവറോ ആയുധങ്ങളോ ലോങ് ടേം അവരുടെ ഉണ്ടായിരുന്നില്ല. സോ അമേരിക്ക ചെയ്ത നയത്തോട് യോജിച്ചാലും വിയോജിച്ചാലും ഇവൻച്വലി ഈൽഡ് ചെയ്യുക എന്നുള്ളൊരു റിയലിസ്റ്റിക് സൊല്യൂഷനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ മേ ബി അവർക്ക് കുറച്ചുകൂടി ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടി പവർ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടി റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ കഴിയുമായിരുന്നു, അല്ലേ? കുറച്ചുകൂടി ബോൾഡായിട്ടുള്ളൊരു നിലപാടെടുക്കാൻ ഒരു പക്ഷേ കഴിയുമായിരുന്നു. അപ്പോൾ അവിടെ ആശയങ്ങൾ ഉണ്ടായിട്ട് പോലും പവർ താരതമ്യേന കുറവായതിൻ്റെ ഒരു ഫലമാണ് ഇന്നത്തെ ആ ഖേദപ്രകടനത്തിലും എല്ലാം കണ്ടത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ ആരെയും ജഡ്ജ്മെൻറ്റിലാവുന്നില്ല. പക്ഷേ പവർ വേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തിതലത്തിൽ പോലും അങ്ങനെയല്ലേ? ഏത് തലത്തിലും ധർമ്മത്തോട് ചേർന്ന ശക്തി ഉണ്ടായിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു മാനിനൊരിക്കലും സിംഹത്തിൻ്റെ മുഖത്ത് നോക്കി ധർമ്മബോധം ഉപദേശിക്കാൻ കഴിയുകയില്ല. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, ട്രംപിനെ സിംഹമായിട്ടൊന്നുമല്ല ഞാൻ കാണുന്നു കേട്ടോ. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് മിക്സഡ് ഒപ്പീനിയൻ ആണുള്ളത്. ഞാൻ ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. സിംഹത്തോട് നീതി ഓതണമെങ്കിൽ നമുക്ക് സിംഹത്തിനോട് താരതമ്യം ചെയ്യാവുന്ന പവറെങ്കിലും വേണം. ഇല്ലെങ്കിൽ മാൻ പറയുന്നൊന്നും ആരും കേൾക്കാൻ പോകുന്നില്ല. മാൻ അവിടുന്ന് സ്വയം പറയാന്നുള്ളതേ ഉള്ളൂ. സോ സിംഹത്തോടൊത്ത ശക്തിയും എന്നാൽ അതേസമയം ധർമ്മബോധവും വേണം. എന്നാലേ നമുക്ക് ചർച്ചകളെങ്കിലും നടക്കുകയുള്ളൂ. സോ പവർ പാടില്ല എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി, അധികാരം തന്നെ തെറ്റാണ്. അധികാരം എന്നുള്ളത് ശക്തി തന്നെ തെറ്റാണ്. ദൗർബല്യത്തെ സ്നേഹിക്കുന്ന, വീക്ക്നെസ്സിനെ സ്നേഹിക്കുന്ന ഒരു ചിന്താഗതി അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിൽ വരരുത്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ പോലെ ദൗർബല്യം മരണമാണ്, ശക്തിയാണ് ജീവിതം. ധർമ്മബോധത്തിലൂന്നിയ ശക്തി. രണ്ടാമത്തെ സെൽഫ് റിലയൻസ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ തീരുവയുടെ കാര്യത്തിലും ബാക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്കി രാജ്യങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന വരുന്ന കാര്യങ്ങളിലൊക്കെ അവർക്ക് നമ്മളെ സ്ട്രാങ്കിൾ ചെയ്യാനുള്ള വഴികളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ഇന്നത്തെ ലോകത്ത് വ്യക്തിതലത്തിലും രാജ്യതലത്തിലും നമുക്ക് പൂർണ്ണമായിട്ട് സെൽഫ് റിലയൻ്റ് ആവാൻ കഴിയില്ല. എങ്കിലും കഴിയുന്നത്ര കാര്യങ്ങളിൽ സെൽഫ് റിലയൻ്റ് ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് നമ്മളെ വ്യാപാര യുദ്ധത്തിലൂടെ നേരിടാനും വിലപേശാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ കുറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സെൽഫ് റിലയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇപ്പോൾ രാജ്യത്തിൻ്റെ തലത്തിൽ സംസാരിച്ചാൽ നമ്മുടെ രാജ്യത്തിന് അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു രാജ്യത്തെ അതിനായിട്ട് ആശ്രയിക്കേണ്ടി വരുന്നില്ലെങ്കിൽ വി ക്യാൻ ടേക്ക് ബോൾഡർ സ്റ്റാൻഡ്സ്, അല്ലേ? നമ്മളെ സ്ട്രാങ്കിൾ ചെയ്യാനും സ്ട്രൈഫിൾ ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. അതില്ലാത്ത അവസ്ഥയിൽ അത് വലിയ പ്രശ്നമാണ്, അല്ലേ? സെൽഫ് റിലയൻസ് വേണം, റിസോഴ്സസ് വേണം, അതിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള സ്കില്ല് വേണം, അതിനെ മാക്സിമൈസ് ചെയ്യാനുള്ള ഒരു സ്മാർട്ട്നെസ് വേണം, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വേണം, എല്ലാം വേണം. അതോടൊപ്പം തന്നെ ഈ സ്കില്ലും ഇതും ബാക്കിയുള്ളവർ
വന്ന് ഇൻവേഡ് ചെയ്ത് കൊണ്ടുപോകാണ്ടിരിക്കാൻ അതിർത്തികൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശക്തിയും വേണം. ഇതെല്ലാം റിലേറ്റഡ് ആണ്. ഇന്ത്യയുടെ ചരിത്രം നോക്കിയാൽ ഇന്ത്യ എത്രയോ പേര് ആക്രമിച്ചിരിക്കുന്നു. മുഗളന്മാർ, ബ്രിട്ടീഷുകാർ, ഡച്ച്, പോർച്ചുഗൽ, എത്രയോ പേര്, ഖോറിമാർ, ഖിൽജിമാർ. നമുക്ക് നമ്മുടെ വേണ്ടത്ര കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ശക്തിയും ഈ ഒരുമയും പലപ്പോഴും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇന്ത്യൻ ചരിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. സോ ശക്തി വേണ്ട കാര്യം തന്നെയാണ്. സെൽഫ് റിലയൻസ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ചേർന്നുള്ള സെൽഫ് റിലയൻസും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. മറ്റൊരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ sooner or later he might bargain with us, he might stifle us, he might strangle us. അവിടെ നമ്മൾ മറ്റൊരാളുടെ ഒരു ദയയ്ക്കോ നീതിബോധത്തിലോ മറ്റൊരാളുടെ ഡിപ്പെൻഡൻസിക്കോ എന്തിനൊക്കെയോ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം. ഇന്ത്യ ഡിപ്പെൻഡൻസ് ഒരു നാച്ചുറൽ നിയമമാണ്. എന്നാൽ പോലും കഴിയുന്ന കാര്യങ്ങളിൽ കഴിയുന്ന തലത്തിലെങ്കിലും സെൽഫ് റിലയൻസ് മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ that will be a good thing. So self-reliance is important. Point number 2. Point number 1, power is important. Power along with dharma is important. Third point, borders are important. ഇപ്പം നമ്മൾ ഇത് ഡയറക്റ്റ്ലി യുക്രൈൻ റഷ്യ അമേരിക്ക ഇഷ്യൂവിനെ ബേസ് ചെയ്തല്ല എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളിൽ മറു രാജ്യത്തിന് ഇടപെടുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. പറയുമ്പോൾ നമ്മൾ അതിർത്തികളില്ലാത്ത ലോകമാണ് എന്നൊക്കെ പറഞ്ഞാലും വിശ്വപൗരത്വത്തെ പറ്റിയും വിശ്വമാനവികതയെ പറ്റിയും ഒക്കെ പറഞ്ഞാലും റിയൽ ലൈഫിൽ, നോട്ട് അറ്റ് ഐഡിയൽ ലെവൽ, ഒരു രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളിൽ മറ്റു രാജ്യത്തിന് ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ബംഗ്ലാദേശിൽ നോക്കൂ, ബംഗ്ലാദേശ് ഹിന്ദുസിനെതിരെ നടക്കുന്ന അസോൾട്ടിനെതിരെ നമുക്ക് പ്രതികരിക്കാൻ നമുക്ക് പരിമിതികളുണ്ട് അല്ലേ? പാലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ നോക്കൂ, യുക്രൈൻ റഷ്യ ഇഷ്യൂ നോക്കൂ, അവിടെ എല്ലാം ബുദ്ധിമുട്ടാണ്. മറ്റു രാജ്യത്ത് നമുക്ക് ആശയപരമായിട്ട് പലരോടും യോജിപ്പുണ്ടെങ്കിൽ പോലും നമുക്കോട് ഇടപെടുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് അല്ലേ? ഏതൊരു ഉദാഹരണം എടുക്കാം. പലപ്പോഴും നമ്മൾ നമ്മുടേതായ രാഷ്ട്രീയ അഭിപ്രായം അനുസരിച്ച് ഉദാഹരണങ്ങൾ മാറ്റാറുണ്ട്. പോട്ടെ, ഏതൊരു ഉദാഹരണം എടുത്താൽ തന്നെ. സോ രാജ്യസങ്കല്പം പ്രധാനം തന്നെയാണ്. അതിർത്തികളും എല്ലാം സ്ട്രെങ്തൻ ആയി തന്നെ ഇരിക്കുന്നുണ്ടാവും. കൂടുതൽ സ്ട്രെങ്തൻ ആവാൻ തന്നെ സാധ്യതയുള്ളൂ. നമ്മൾ അതിന് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ ഓർക്കാം. രാജ്യങ്ങളൊക്കെ വിടട്ടെ, നമ്മുടെ വീട്ടിൽ നീതികേടുകൾ നടന്നാൽ അപ്പുറത്തൊരു വീട്ടിലുള്ളവർക്ക് എത്രത്തോളം ഇടപെടാൻ പറ്റും, എത്രത്തോളം ഇടപെടും, അത് ആലോചിച്ച് നോക്കൂ അല്ലേ? അപ്പോൾ ഏത് തലത്തിൽ, വീടിൻ്റെ തലത്തിൽ എങ്ങനെ എടുത്താൽ തന്നെയും ഒരു ചെറിയ മൈക്രോ സെറ്റപ്പിൽ പോലും നമുക്ക് ധർമ്മവും നീതിബോധവും നീതിയും എല്ലാം വേണ്ടത് തന്നെയാണ്. അതില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതിനനുകൂലമായിട്ട്, അതിനെതിരായിട്ട്, അല്ലെങ്കിൽ ഈ നടക്കുന്ന അനീതിക്കെതിരായിട്ടൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും മറ്റൊരാൾക്ക് ഇടപെടാൻ കഴിയില്ല. മറ്റൊരാൾ ഇടപെടുമെന്ന് വിചാരിക്കുന്നതിലും വലിയൊരു അർത്ഥമൊന്നുമില്ല. യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെ പല സംഘടനകളുമുണ്ട്. പക്ഷേ ഏതൊക്കെ രാജ്യത്ത്, ചൈനയിൽ നടക്കുന്ന ഇഷ്യൂസ്, പല ഇഷ്യൂസ് നമുക്കറിയാം. യുഗ മുസ്ലിംസിനെതിരെ ചൈനയിൽ നടക്കുന്നത്, പല സ്ഥലങ്ങളിൽ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും തീവ്ര ഇസ്ലാമിസ്റ്റുകളായ താലിബാൻ്റെ അവരുടെ കീഴിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ഇറാനിൽ നടക്കുന്ന കാര്യങ്ങൾ, മത ഫാസിസത്തിൻ്റെ ഭയാനകമായ കാഴ്ചകൾ ഇറാനിൽ നിന്ന് കാണാം. എത്രയോ ഉദാഹരണങ്ങൾ, എത്രയോ രാജ്യങ്ങൾ. ഇവിടെയെല്ലാം നമുക്ക് ലോക കോടതിക്കോ ലോക സംഘടനകൾക്കോ മനുഷ്യ മനസാക്ഷികൾക്ക് ഇടപെടുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവൻച്വലി വരുത്താൻ കഴിഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ വളരെ കുറവ് തന്നെയാണ്. ഇന്റേണലായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കും ഇന്റേണലായിട്ടുള്ള എതിർപ്പുകൾക്കും മാത്രമാണ് പലയിടത്തും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. സോ അതിർത്തികൾ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ല എന്ന് ആരും പറഞ്ഞാൽ വിശ്വസിക്കരുത്. പവർ ഇമ്പോർട്ടൻ്റ് ആണ്, സെൽഫ് റിലയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ ഇത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ പണത്തിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതെല്ലാമല്ല. ചില അവസരങ്ങളിൽ നമുക്ക് പണം വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം തന്നെ വേണം. ബാക്കിയുള്ളവർക്ക് സഹായിക്കുന്നതിന് പരിമിതികളുണ്ട്. ഫിസിക്കൽ സ്ട്രെങ്ത് വേണ്ട സ്ഥലങ്ങളിൽ ചില സമയത്ത് അത് തന്നെ വേണ്ടി വരും. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. നമ്മൾ ഹൈപ്പർ ഐഡിയലിസ്റ്റിക് പ്ലെയിനിലിരുന്ന് ഒന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല. വി ഹാവ് ടു ബി റിയലിസ്റ്റിക് വേൾഡിൽ, റിയലിസ്റ്റിക് സാഹചര്യങ്ങളിൽ നമുക്ക് പരമാവധി എങ്ങനെ ധർമ്മവും നൈതികതയും ഉയർത്തിപ്പിടിക്കാം എന്നുള്ളതാണ്. ആ ഒരു റിയലിസ്റ്റിക് തലത്തിൽ പോലും നമുക്കതിനെ ഫോളോ ചെയ്യാൻ കഴിഞ്ഞാലേ നമുക്ക് പ്രാക്ടിക്കലി അതുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് പ്രീച്ചിങ്ങിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു കാര്യമായി പോകും ഇത് എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്നത്തെ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. പവർ ഈസ് ഇമ്പോർട്ടൻറ്റ്. പവർ ഷുഡ് ബി ദെയർ അലോങ് വിത്ത് ധർമ്മ ബേസ്ഡ് പവർ. 2, സെൽഫ് റിലയൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. 3, ബോർഡേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ഈ 3 കാര്യങ്ങൾ കൺവേ ചെയ്യാൻ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.